നന്നായിട്ടുണ്ട്. ഓൾമോസ്റ്റ് കണക്ക് കുഴപ്പമില്ല, വളരെ മോശമാണ്. പക്ഷെ അത് രീതിയില്ല. മൂവി ഒരു സ്ലോ പേസ് ആണ്. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് കാര്യമില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് എന്ന് പറയാൻ അഭിലാഷാണ് കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആണോ? മഞ്ഞുമൽ ബോയ്സിൽ തകർപ്പൻ പെർഫോമൻസിന് ശേഷം ഈ പടം കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? സലീമേണ്ട കൊണ്ടെന്ന് കാണിക്കോ പടം? എന്നോട് ചോദിക്കുന്ന കാര്യമുള്ള ഞാൻ ഈ സിനിമയില് തുടക്കം മുതൽ അത് പ്രതീക്ഷ പോലെ വന്നിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ റെസ്പോൺസ് ചെയ്ത് വേണം അറിയാൻ. ഇവരല്ല, നിങ്ങൾ ശരിക്കും സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ ചെയ്തും കാത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഓൾറെഡി റിലീസിന് മുമ്പേ. ഞാൻ കണ്ടിടത്തോളം തിയേറ്ററിൽ അവസാനം ആ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചാണെന്നുള്ളതാണ്. സുഷിനോട് ചോദിക്കണം. അവന്റെ ഡയലോഗ്. ഓക്കെ, അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ടാ കണ്ടു നോക്കി. ഇമോഷണൽ നല്ല പടം. അടിപൊളി, സൂപ്പർ സൂപ്പർ. ടോപ്പിനെ പൊളിച്ച് ഞാൻ എന്താ പറയാ, ഞാൻ അഭിനയിച്ച പടമല്ലേ. പടം അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൺ, അടിപൊളി ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ എങ്ങനെയാണെന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് ഫണ്ണായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു എൻ്റർടൈനറാണ്, അടിപൊളിയാണ്. നല്ല ഒരു എവിടെയും ലാഗൊന്നും അടിച്ചൊന്നുമില്ല. ഫുൾ ഓണായിട്ട് തന്നെ പടം എൻഡ് ചെയ്തു. അടിപൊളിയാണ്. എങ്ങനെയാണ് പടം? നല്ല പടമായിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഇത്രയും നല്ലൊരു പടം കുറേ നാൾക്ക് ശേഷം കാണുന്നത്. കളർഫുൾ ആയിരുന്നു, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. കോമഡി ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണെങ്കിലും നല്ലൊരു ജോണറും ഉണ്ടായിരുന്നു. ഈ പടം ഇഷ്ടപ്പെട്ട് മസ്റ്റ് വാച്ച്. ഇതിൻ്റെ അവരുടെയൊക്കെ ഭാഗത്തും പിന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിന് വേണ്ടി. മറ്റൊരു മേഖലയിൽ ഇവരെല്ലാവരും ഷൈൻ ചെയ്ത് നിൽക്കുന്നു. ഇത്തരത്തിൽ ആളുകളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇവരെ കിട്ടാനോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒരു സമയത്ത് അതെനിക്കറിയില്ല. അതൊക്കെ കാസ്റ്റിംഗ് ഒന്നും ചെയ്യണത് ഞാനൊന്നുമല്ല. അത് പക്ഷെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ വന്ന് ചെയ്തു. ആ ഉള്ള സമയത്ത് ഭയങ്കര സന്തോഷമാണ്. കാര്യം എല്ലാവരും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവരോട് സിനിമ ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ള